പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മളെ എല്ലാവരും ദൈവം ഇത്രത്തോളം ബലത്തോടെ ശക്തിയോടെ നിർത്തിയിരിക്കുന്നതിനായി ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 40 വാക്യം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സ്ഥലത്താ? പതിവ് പോലെ ഹല്ലേലൂയ കർത്താവ് പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഒലിവുമല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരുമൊത്ത് അവിടെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോകും. പക്ഷെ ഇപ്പോൾ വായിച്ച വാക്യം ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ ഏറ്റവും ഹല്ലേലൂയ ഇമ്പോർട്ടൻ്റായ ഒരു പ്രാർത്ഥന നടക്കുന്ന ഹല്ലേലൂയ സാഹചര്യമാണ്. ഹല്ലേലൂയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഹല്ലേലൂയ എന്ന് വെച്ചാൽ ഹല്ലേലൂയ യേശു കർത്താവ് ക്രൂശിതനാകുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ വലിയൊരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ കാണും എന്ന വലിയ പ്രതീക്ഷയോടായിരിക്കാം ഒരു പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കുന്നത്, യേശുപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ ഹല്ലേലൂയ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷയും അതിൻ്റെ ആഴവും നന്നായി അറിയുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക, ഹല്ലേലൂയ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ പുത്രൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഇത് ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ അനുഭവിക്കേണ്ട ഹല്ലേലൂയ വിഷയമാണ്. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാ. ഹല്ലേലൂയ എനിക്ക് കുടിക്കാനായി പിതാവ് നൽകി തന്നിരിക്കുന്നതാ. പക്ഷേ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, ഇതിനകത്ത് നിങ്ങളില്ല, പക്ഷേ നിങ്ങൾ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. ഹല്ലേലൂയ. അതിനർത്ഥം എന്താ ദൈവമക്കളെ? ഹല്ലേലൂയ ചില വിഷയങ്ങൾ നമ്മളെ ഹല്ലേലൂയ പരീക്ഷയിൽ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ മുന്നിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതൊരു പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഹല്ലേലൂയ അവിടെ ആ പരീക്ഷയിൽ അകപ്പെടുത്തുവാൻ ശത്രു ഹല്ലേലൂയ കെണികൾ ഒരുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൂതുകളാ. നമ്മളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നതാ. നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. ഹല്ലേലൂയ. നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 42 വാക്യത്തിൽ എന്താ? പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പോൾ ഈ പരീക്ഷ അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ പാനപാത്രം ഈ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ആ പ്രതിസന്ധിയുടെ ആഴം വലുതാണെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഈ പകൽക്കാലം ദൈവമക്കളെ നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ആ സാഹചര്യത്തെ അറിയുന്ന ഒരു അപ്പനുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നടക്കാൻ പോകുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ പിതാവിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഈ ദിവസങ്ങളെ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ നമ്മൾ വളരെ പ്രാർത്ഥനയോടായിരിക്കണം. വലിയ ദൈവ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കുക. മുന്നോട്ടുള്ള ഹല്ലേലൂയ യാത്രയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് കടന്നുപോയി ഹല്ലേലൂയ അതിൽ വീണു പോകാൻ ഇടയാവാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഴമായി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് പകൽക്കാലം, ദൈവ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പകൽക്കാലം, വലിയ ദൈവ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കുക. ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം ശക്തിപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വലിയ ബലം ഹല്ലേലൂയ നമ്മൾ സ്വർഗം പകരം. ഹല്ലേലൂയ. ഉറച്ചു വിശ്വസിക്കുക ദൈവമക്കളെ. വലിയ ദൈവ പ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. വൻകാര്യങ്ങളെ സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.